സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈനീട്ടി സ്വീകരിച്ചു. ഇൻക്വിലാബ് 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 സിന്ദാബാദ്. എടാ, അർജന്റായിട്ട് തിരുവനന്തപുരത്ത് എത്തണം. വെച്ചിട്ട് പോയപ്പോരെ. ഇൻഡിഗോ ഇപ്പോൾ ലാൻഡ് ചെയ്യും. എവിടെ വാടോ ഇൻഡിഗോ. ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം ഇതിപ്പോ ഏതാ അമ്പലം? അമ്പലത്തിലാണ് ഞാൻ കിടന്നത്. പദരഥമയി ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം അനീശം തവ പദരഥമയി ഗോപാലക പാഹി. അതമ്മ കുട്ടിയോട് റേഡിയോ വെച്ചതാണേ. മീൻകറി അടുപ്പത്തിരിക്കണ്ട്. അമ്മ അതൊന്ന് നോക്കോ. ഇന്നിപ്പത്തൊരു പുതുമ. ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുകയല്ലേ? എന്റെ ഡ്രസ് നമുക്ക് മനുവിനോട് പറഞ്ഞു. നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്നത്തെ പോലെ ലേറ്റ് ആയി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്. കൊച്ചിന്റെ മേക്കപ്പെല്ലാം പോയണേ. കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? എടാ, ദീനേശന്റെ വീട്ടിൽ ഒരു 5 പെൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെമ്പിളേരെടുത്താ? അതല്ല, കുറെ PSC എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ഞാൻ കിരിയേട്ടോട് പറയട്ടെ? വേണ്ട, ഞാൻ PSC എഴുതുന്നില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ. എടാ, സൈഡ് ഒന്ന് ചെട്ടി വാരി അങ്ങോട്ട് ഇട്ടേ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടെയാണ് ദിനേശ, കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ. ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ടോ? സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ് മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹമാണ്. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. എന്താ, ഇതിലൊന്നും താല്പര്യമില്ലേ? ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ,
പ്രാർത്ഥന ആയിരുന്നല്ലേ ശരി